അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 22. ക്വസ്റ്റ്യൻ നമ്പർ 22 വന്നിരിക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നിന്നാണ്. ഈ സെൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇവിടെ നമുക്ക് സെല്ല് തന്നിട്ടുണ്ട്. ഇൻ ദ റിയാക്ഷൻ കോഷ്യന്റ്, ഇഫ് ദ റിയാക്ഷൻ കോഷ്യന്റ് അറ്റ് എ ഗിവൺ ടൈം ഇസ് 10⁻⁶, ദെൻ ദ ഇ സെൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നോക്കാം, നമുക്ക് ആദ്യം ഇവൻ്റെ റിയാക്ഷൻ ഒന്ന് എഴുതാം. HSNO2 മൈനസ് ഗിവിങ് SnOH6 2 മൈനസ്. ഇവിടെ +4 നിൽക്കുന്ന സ്റ്റാനസ് +6 മാറുന്നു എന്ന് വെച്ചാൽ ഇവിടെ 2 ഇലക്ട്രോൺ റിലീസ് ചെയ്തിട്ടുണ്ടാവും. അടുത്ത കേസിൽ Bi2O3 അതെന്തായി മാറി? Bi ആയിട്ട് മാറി. ഇവിടെ ബിസ്മത്തിൻ്റെത് +6 ആണ്, +3 ആണ്. +3യിൽ നിന്ന് 0 ബിസ്മത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ 2 ബിസ്മത്ത് ഉള്ളതുകൊണ്ട് ടോട്ടൽ 6 ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇൻറ്റു 3 ചെയ്യണം. അപ്പം ടോട്ടൽ നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 6 ആണെന്ന് കിട്ടി. ഇവിടെയും 6 വന്നു, ഇവിടെയും 6 വന്നു. കാരണം നമുക്കറിയാം ഹാഫ് റിയാക്ഷൻസ് എഴുതി കഴിഞ്ഞാൽ രണ്ടും കൂടി ക്ലബ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ആയിരിക്കണം. ഇനി റിയാക്ഷൻ കോഷ്യൻ്റ് എത്രയാ? 10⁻⁶ ആണെന്ന് തന്നിട്ടുണ്ട്. E0 സെല്ല് കാൽക്കുലേറ്റ് ചെയ്യാം. E0 സെൽ ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഈ കാഥോഡ് ആരാ? ഈ കാഥോഡ് ഇവനാണ്, ഇത് ഈ ആനോഡ്. ഇത് റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ കാഥോഡ് ആനോഡ് ആരാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും സെൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ കാഥോഡ് -0.44 മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ +0.90. സോ E0 സെൽ ഇസ് 0.46. അപ്പോൾ ഈ സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.06/n log Q റിയാക്ഷൻ. അപ്പോൾ E0 സെൽ 0.46 മൈനസ് 0.06/6 log 10⁻⁶. അപ്പോൾ 0.46 മൈനസ് 0.06/6 ഇൻറ്റു 6 log 10. ഇത് രണ്ട് കട്ടായി 0.40 എന്ന് വരും. ദാറ്റ് മീൻസ് 4 ഇൻറ്റു 10⁻⁻1. സോ ദി ആൻസർ ഇസ് 4. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും.